PCOSും ഇൻസുലിൻ റെസിസ്റ്റൻസും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. PCOS ഉള്ള വ്യക്തികളിൽ 65 മുതൽ 70% ആൾക്കാർക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിയേക്കും. കാരണം PCOS പ്രധാനമായിട്ടും ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ സ്ത്രീയുടെ ആർത്തവ ചക്രത്തിലാണെങ്കിൽ ഇതുണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമെന്ന് തോന്നാവുന്ന ഒരു തലത്തിലാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ശരീരം പ്രതികരിക്കുന്ന ഒരു മാർഗം അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ വിളിക്കുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്നാണ്. ഈ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീയുടെ ആർത്തവ ചക്രത്തെ നിയന്ത്രിക്കുന്ന പലതരത്തിലുള്ള ഹോർമോണുകളുണ്ട്. FSH ഉണ്ട്, LH ഉണ്ട്, ഈസ്ട്രജൻ ഉണ്ട്, ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്, LH ഉണ്ട് തുടങ്ങിയിട്ടുള്ള പല ഹോർമോണുകൾ ഒരു ഓർക്കസ്ട്ര പോലെ പ്രവർത്തിച്ചാണ് നല്ല താളത്തിൽ ഈ എല്ലാ മാസവും പീരീഡ്സ് വരുന്നത്. അമിതമായി ഇൻസുലിൻ ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇൻസുലിൻ ഈ പറയുന്ന പലതരത്തിലുള്ള ഹോർമോണുകളുടെ ക്രമത്തിലുള്ള താളത്തെ മുഴുവൻ അട്ടിമറിക്കും. അവിടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് PCOSൽ കുഴപ്പക്കാരനായി മാറുന്നത്. പലപ്പോഴും ഇത് സംഭവിക്കുന്നത് ഉയർന്ന അളവിലുള്ള പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്ററോണും DHEAയും സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകും. ഇതാണ് സ്ത്രീയുടെ ശരീരത്തിൽ ഒരു ആൻഡ്രോജനിക് ബിഹേവിയർ, അതായത് പുരുഷന്മാരുടെ പോലത്തെ സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഈ മുഖത്ത് ഉണ്ടാകുന്ന രോമവളർച്ച, അല്ലെങ്കിൽ പിമ്പിൾസ്, ഹെയർ ലോസ്, ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പോൾ ഇവിടുത്തെ കൾപ്രിറ്റ് ആരാന്ന് ചോദിച്ചാൽ ഇൻസുലിനാണ്.